ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ നമ്മളുടെ വെറൈറ്റി ദോശ റെസിപ്പി വീക്കിലെ മൂന്നാമത്തെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ദോശ റൈസും അതുപോലെ തന്നെ ചെറുപയറുമാണ്. ഞാനിവിടെ 1.5 ഗ്ലാസ് ദോശ റൈസാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ഗ്ലാസ് ചെറുപയറും എടുത്തിട്ടുണ്ട്. അത് തലേദിവസം വെള്ളത്തിൽ കുതിർക്കാനായിട്ടിടാം. അതിനുശേഷം നെക്സ്റ്റ് ഡേ ആണ് ഇത് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കിനി അരച്ചെടുക്കാം. ഇത് അരയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കയ്യിൽ ചോറും കൂടി ചേർക്കണം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ട്രിപ്പ് അരയ്ക്കുമ്പോഴാണ് ഒരു കയ്യിൽ ചോറ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതുപോലെ അരച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം വെക്കും കേട്ടോ. അപ്പം തന്നെ ഉണ്ടാക്കില്ല, ഒരു 15 മിനിറ്റെങ്കിലും അങ്ങനെ വെച്ചതിന് ശേഷമാണ് ഞാനതെടുത്ത് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ച നേരത്ത് ഞാൻ അതിന് വേണ്ട ചമ്മന്തിയും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തിനെ റെഡിയാക്കണേ. സവാളയും അതുപോലെ തന്നെ ഉണക്കമുളകും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും മാത്രം ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അത് വേഗം ഒന്ന് സവാള വഴറ്റി കൂടെ തന്നെ 2 ഉണക്കമുളകും ചേർത്ത് നന്നായിട്ട് ആദ്യം ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതും ചേർത്ത് ഒന്ന് കുറച്ച് നേരം ഒന്ന് എല്ലാം കൂടി ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കത് വാങ്ങി വയ്ക്കാം. ഇനി ചൂടാറിയ ശേഷം അത് വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചെടുക്കാം. എൻ്റെ ചെറിയ ജാറിൽ ഞാൻ അരച്ചപ്പോൾ അത് ശരിക്കും അരഞ്ഞ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ആ വലിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് അരച്ചെടുത്തത്. അതുകൊണ്ട് നിങ്ങൾ ജാറ് മാറിയത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ എല്ലാം വഴറ്റിയെടുത്തത്. ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നെയ്യ് പറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനത് വേവിച്ചെടുക്കുമ്പോൾ. പിന്നെ 2 സൈഡും അങ്ങോട്ട് തിരിച്ചിട്ടൊന്ന് മൊരിയിച്ചെടുക്കുന്നതായിരിക്കും ഈ ഒരു ദോശയ്ക്ക് നല്ലത്. അപ്പോൾ വളരെ കട്ടിയായിട്ട് ഉണ്ടാക്കണേലും നല്ലത് കുറച്ചിങ്ങനെ കട്ടി കുറഞ്ഞിട്ടുള്ള ദോശയാണ് ഈ ഒരു ചെറുപയർ വെച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാനിത് കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തയക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവർക്ക് അത് ഞാൻ ആ ചമ്മന്തിയും ദോശയും കൂടി വെക്കുകയാണ്. കൂടെ തന്നെ ഇത് മോനുള്ള ടിഫിനാണ് കേട്ടോ. അപ്പോൾ പഴുത്ത ചക്ക ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ കുരുവൊക്കെ കളഞ്ഞ് അങ്ങനെ ആക്കി കൊടുത്താൽ മോൾക്ക് ബ്രെഡും ബട്ടറും, ഇത് വീറ്റ് ബ്രെഡാണ്, അതും കൂടി ആക്കിയിട്ട് കൊടുത്തയച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ടിഫിനിലും അല്ലാതെയും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെടും അത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളൊന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.